ഒരുപാട് ആളുകൾ താമസിക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ, തീർച്ചയായിട്ടും അല്ലേ? അതുപോലെയോ, വില്ലകളുടെ അകത്തൂടെ കടന്നു പോകുന്ന റോഡ് വൈഡ് ആയിരിക്കണം, രണ്ട് വണ്ടികൾ വന്നാൽ യാതൊരു കൺജഷനും കൂടാതെ കടന്നു പോകണം. അങ്ങനെയൊക്കെയുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് മാർബിൾ ഹോംസ് ഇത് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലാണ് വീട് വരുന്നത്. ആക്ച്വൽ ലൊക്കേഷൻ പറഞ്ഞാൽ കുഞ്ചാട്ടുകര, ആലുവ പൂക്കാട്ടുപടി റൂട്ടില് ബസ് റൂട്ടിന് വളരെ അടുത്താണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ഏകദേശം 35ഓളം വില്ലകൾ വരുന്ന ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് 4 വീടുകൾ മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത്. വീടിന്റെ ഫ്രണ്ടിലൂടെ തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു ടാറിങ്ങിനും അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലൊക്കെ വിരിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വീടുകൾ മാത്രമാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് 4.18 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും ബാക്കിയുള്ള സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ഭംഗിയുള്ള ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. GA ട്യൂബിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ ആണ്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് നല്ല ഡിസൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കിയാൽ കാണാം പാനലിംഗ് വർക്കുകളാണ്. താഴെ നമ്മളുടെ കാർ പാർക്കിങ്ങിന്റെ പോർഷനുള്ള ആ ഒരു വോളും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഷോ വോളൊക്കെ നോക്കിയാൽ ഒരുപോലെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് താമസിക്കാനാണെങ്കിൽ എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്, NRIസിനൊക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 12, ആലുവയിലേക്ക് 8 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനൊക്കെ 7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും. നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്നാൽ നേരെ കടന്നു വരുന്നത് കടപ്പ സ്റ്റോൺസ് ഒക്കെ പാകി മുറ്റത്തേക്കാണ്. അവിടെ വിരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇവിടെ നിങ്ങളുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാം. EV വെഹിക്കിൾസ് ആണെങ്കിൽ ചാർജിംഗ് പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമതൊരു കാർ നിങ്ങൾക്ക് വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലും പാർക്ക് ചെയ്യാം. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയും കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് പാകിയിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റിയോ ഏരിയ കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ കാണാം ലേസർ കട്ട് ഡിസൈൻ ആണ്. ഫ്ലോറും ഭംഗിയുള്ള ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കടന്നു പോകുമ്പോൾ ബാക്കി വരുന്ന സ്പേസും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ സ്ട്രിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ കിണറാണ്. നല്ല ആഴത്തിലുള്ള, നല്ല നോക്കിയാൽ തന്നെ കാണാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കിച്ചണിന്റെ ബാക്ക് സൈഡിലുള്ള പോർഷൻ ആണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്കുകൾ നടക്കുന്നുണ്ട്. ഫ്ലോർ ടൈല് കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ഇട്ടിരിക്കുകയാണ്. വർക്ക് ഏരിയ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹൈറ്റ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ബെഡ്റൂമിന്റെ ഡോർ വരുന്നുണ്ട്. അത് തുറന്നിറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വീതിയുള്ള ഒരു സിറ്റ് ഔട്ട് ആണ്. 3 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാം. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പില്ലർ നോക്കിയാലും ഭംഗിയുള്ള ടെക്സ്ചർ ഡിസൈനിലാണ് വരുന്നത്. മെയിൻ ഡോർ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഒറ്റപ്പാളിയിൽ തേക്കിലാണ്, തേക്ക് വുഡിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യം നിങ്ങൾ ഫ്ലോർ ടൈൽ തന്നെ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വെന്റിലേഷൻ ആയിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് TV വെക്കാനായിട്ട് ബ്ലാക്ക് ബോർഡാണ്. ഇവിടെ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ പോകുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഗസ്റ്റ് ലിവിംഗ്, ഫാമിലി ലിവിംഗ് ഒക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? ഇതുപോലൊരു എൻട്രൻസ് ആണ് ഫാമിലി ലിവിംഗിലേക്ക് വരുന്ന സമയത്ത് റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഒത്തുകൂടിയിരിക്കാം, ഗസ്റ്റിന് അവിടെ ഇരിക്കാം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് ഫാമിലി ലിവിംഗിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 14 അടി നീളവും 8 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. വുഡൻ ഡിസൈൻ ആണ് സ്റ്റെപ്പുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നീറ്റ് ആയിട്ടും ഭംഗിയായിട്ടും ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വോൾ ഒന്ന് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് ഗോൾഡൻ ബീഡിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു വെയറിന്റെയാണ് ഫിറ്റിംഗ് വരുന്നത്. ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മിററും താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളും ഒക്കെയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഡോറ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു പാറ്റു ഏരിയയെ പറ്റി പറഞ്ഞിരുന്നു. പുറത്തുനിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് പാറ്റു ഏരിയയിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗും ഫാമിലി ലിവിംഗും കഴിഞ്ഞാൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് ഡൈനിങ് ഹാൾ ആണ് വരുന്നത്. എൻട്രൻസ് തന്നെ ഭംഗിയായിട്ട് കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 9 അടി വീതിയിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൂം ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫൊക്കെ നോക്കിയാലും സിമ്പിൾ ആയ ഡിസൈനിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. എൻട്രൻസിൽ നോക്കിയാലും കാണാം ഓപ്പൺ ഷെൽഫുകളാണ്. മുകളിലൊക്കെ ആണെങ്കിലും CNC കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായ ഒരു കിച്ചൺ ആണ്. നമുക്ക് ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റ് കളറും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വൈറ്റ് കളറുമാണ് ടൈല് വരുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. 2 വിൻഡോസ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിനടുത്ത താഴെ തന്നെയായിട്ട് നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. ഡോർ തുറന്നാൽ നേരെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫിൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. വാർഡ്രോബുകൾ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. ആ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വർക്ക് ഏരിയയെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഏരിയ ആണ്. ബെഡ്റൂമിൽ നിന്നൊക്കെ നമുക്ക് രാവിലെ ഒന്ന് ഇറങ്ങി വന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ലൊരു വഴിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാനായിട്ട് ഫിറ്റിംഗ്സ് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ആ ഒരു സ്പേസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു സ്പേസ് ഇവിടെ വേറെ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. മിററും ഓപ്പൺ ഷെൽഫുകളും ഡ്രോ ഫെസിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരെ വന്ന് നിൽക്കുന്നത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹാളിലാണ്. ഹാളിന്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈൻസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ പോളി ക്യാബിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് എവിടെയാണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. സാധാരണ വീടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഡോർ ഒക്കെ കൊടുത്തിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റീഡിംഗ് റൂം ആയിട്ട് കൂടി ഇത് യൂസ് ചെയ്യാം. മുകളിലത്തെ നിലയിൽ TV വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. ഏകദേശം നോക്കുവാണെങ്കിൽ നമുക്ക് 13 അടി നീളവും 9.5 അടി വീതിയുമുള്ള നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ നമ്മൾ തുറന്നിറങ്ങുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് റൂഫ് ഒക്കെ കവർ ചെയ്തിട്ടാണ് ഇവിടെ നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന റൈറ്റ് സൈഡിൽ അപ്പർ ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഫിക്സഡ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഭംഗിയായിട്ട് ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. വലിപ്പമുള്ള ബെഡ്റൂം ആണ്. 14-11 ആണ് സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫുൾ കവർ ചെയ്ത നല്ലൊരു മിററും കിട്ടുന്നുണ്ട്.
റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കിയാൽ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. എല്ലാ റൂമുകളിലെയും ബാത്റൂം ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഹിന്ദു വെയറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ബാൽക്കണി നിങ്ങൾക്ക് കാണണ്ടേ, വലിയൊരു ബാൽക്കണി തന്നെയാണ് കിട്ടുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർഫുൾ ലൈറ്റും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് കിട്ടുന്നത്. വീട് നിങ്ങൾ കണ്ടല്ലോ, എറണാകുളം ജില്ലയിലെ നല്ലൊരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. NRIസിനാണെന്നുണ്ടെങ്കിലും നാട്ടിൽ തന്നെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും വാങ്ങിക്കാനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 12. ആലുവ ഭാഗത്തേക്ക് മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എല്ലാം 7-8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ പേര് കുഞ്ചാട്ടുകര എന്നാണ്. ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ് ഇത് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. 35ഓളം വില്ലകൾ ഉള്ളതിൽ 4 വീടുകൾ മാത്രമാണ് ഇനി സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുന്നതോറും വീടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു വീടുമാണ്. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ച സൗകര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ കിട്ടുന്നുണ്ട്. 4.18 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. അപ്പർ ലിവിംഗ് റൂം കം നിങ്ങൾക്കൊരു റീഡിംഗ് റൂമിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള സ്പേസ് താഴെയുണ്ട്. എസ്പെഷ്യലി 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും വെൽ വാട്ടറും കിട്ടുന്നുണ്ട്. 80 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം. 80 lakhs ആണ് ഓണർ ചോദിക്കുന്നത്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി നമുക്ക് മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.